നഗരസഭാ ഉപാധ്യക്ഷയായി ബി.ജെ.പി. പ്രതിനിധി യു രമ്യ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്രനടക്കം 19 പേരുടെ പിന്തുണയോടെയാണ് ഈ വിജയം. മൂന്നാഴ്ച മുൻപ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ആൾ തന്നെയാണ് രമ്യ. സി.കെ. അഭിലാലാണ് വിവരങ്ങളുമായി ചേർന്നത്. അഭിലാൽ, നേരത്തെ അധ്യക്ഷ പദവും ഇപ്പോഴത്തെ ഉപാധ്യക്ഷ പദവും രണ്ടും ബി.ജെ.പിക്ക് വീണ്ടും നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഏത് തരത്തിലൊരു നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? നേരത്തെ ഉണ്ടായിരുന്ന എതിർ ശബ്ദങ്ങൾ ഏത് തരത്തിൽ മാനേജ് ചെയ്താണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ എത്തിയതും വിജയിച്ചതും? കെ.വി. പ്രഭ, കോമളവല്ലി, കിഷോർ പാർട്ടിയിൽ തന്നെ എതിർ ശബ്ദം പരസ്യമാക്കിക്കൊണ്ട് എതിർ ചേരിയിലേക്ക് പോയിട്ടുള്ള ഈ 3 പേരെയും അനായാസമായ കൈയടക്കത്തോടുകൂടിയല്ല, ഏറെ ആയാസകരമായ ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് പാർട്ടിക്കൊപ്പം ചേർന്ന് ഭരണം നിലനിർത്തിയത്. സത്യത്തിൽ ഏതൊക്കെ തരത്തിൽ പാർട്ടി പ്രവർത്തിച്ചു അതൊക്കെ തന്നെ രാഷ്ട്രീയപരമായി ബി.ജെ.പിക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവർ ഭരണം തുടർച്ച ഉറപ്പാക്കുകയും ചെയ്ത സ്ഥിതിയുണ്ടായി. അച്ഛൻ കുഞ്ഞു ജോണും അതോടൊപ്പം തന്നെ യു രമ്യയും യഥാക്രമം ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച് 19 പേരുടെ വോട്ടുകൾ നേടിയാണ് അവർ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. 18 ബി.ജെ.പി. കൗൺസിലർമാർക്ക് പുറമെ സ്വതന്ത്ര അംഗം രാധാകൃഷ്ണൻ ഉണ്ണിത്താന്റെ പിന്തുണ കൂടി ഇരുവർക്കും ലഭ്യമായിരുന്നു. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയ കേരള കോൺഗ്രസ് ജേക്കബ് പ്രതിനിധി ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. ഒപ്പം തന്നെ യു.ഡി.എഫിലെ മറ്റ് 4 പ്രതിനിധികളും ഇന്ന് ഹാജരായിരുന്നില്ല. കെ.വി. പ്രഭയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ആദ്യം രഹസ്യമായ നീക്കവും പിന്നീട് ആ നീക്കം പരസ്യപ്പെടുത്തുകയും ചെയർപേഴ്സണെതിരെ പരസ്യ വെല്ലുവിളിയും സമരവേദികളിലടക്കം എത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെച്ച കെ.വി. പ്രഭയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഏതാനും ചില ആളുകളെയും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പന്തളം നഗരസഭയിൽ ഭരണസമിതി രൂപീകരണം എന്നുള്ള തരത്തിലേക്ക് LDF ആലോചനകൾ ശക്തമാക്കിയിരുന്നെങ്കിൽ അത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മുന്നിൽ പ്രതിഫലിക്കാതെ പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ക്രിസ്മസ് നാളിൽ അവർ പ്രത്യാശ തീരെയില്ലാത്ത ഒരു മുന്നണിയായി പന്തളത്ത് മാറുകയും ചെയ്യുന്ന കാഴ്ച ഇന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ പ്രകടമാണ്. ഏതായാലും പന്തളം നഗരസഭയിൽ ബി.ജെ.പിക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. സി.കെ. അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.